മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ ശേഷം മരിച്ചുവെന്ന് സ്വയം വാർത്ത കൊടുത്തയാൾ പിടിയിലായി. കുമാരനല്ലൂർ സ്വദേശി സജീവ് എം.ആറിനെയാണ് ഗാന്ധിനഗർ പോലീസ് പിടികൂടിയത്. മുക്കുപണ്ടം പണയം വെച്ച് 4.5 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. താൻ മരിച്ചുവെന്നും ചെന്നൈയിൽ സംസ്കാരം നടത്തിയെന്നും പിന്നീട് ഇയാൾ പത്രവാർത്ത നൽകുകയായിരുന്നു. കൊടൈക്കനാലിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി. അഞ്ജന, കേസിൽ നിന്നും രക്ഷപ്പെടാൻ ചെയ്ത കാര്യമായിട്ടാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടാനായി സജീവ് എന്നയാൾ ചെയ്തൊരു തട്ടിപ്പാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. 2024 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മുക്കുപണ്ടം പണയം വെച്ച് 4.5 ലക്ഷത്തോളം രൂപയാണ് കുമാരനല്ലൂർ സ്വദേശിയായ സജീവ് എം.ആർ അടിച്ചുമാറ്റിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സുബി എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഈ സുബി എന്ന പേരിലാണ് മരണവാർത്തയും നൽകിയത്. മരിച്ചു എന്നും സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ 3 മണിയോടെ നടന്നുവെന്നുമായിരുന്നു ഈ പത്രവാർത്ത. പക്ഷേ ഈ വാർത്ത വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഒരു സംശയം തോന്നിയിരുന്നു. കുമാരനല്ലൂർ സ്വദേശിയായ ഇയാളുടെ സംസ്കാരം എന്തിന് ചെന്നൈയിൽ നടത്തി തുടങ്ങിയ സംശയങ്ങളായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. സിനിമാ മോഹമുള്ളൊരു ആളാണ് ഈ സജീവ്. അതിനാൽ തന്നെ ഏറെ നാളായി ചെന്നൈ പരിസരത്താണ് ഇയാൾ ഉള്ളത്. ഇയാളുടെ ബന്ധുക്കളുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊടൈക്കനാലിൽ സജീവ് ഉണ്ടെന്ന് പോലീസിന് വിവരം കിട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടൈക്കനാലിൽ നിന്നും ഇയാളെ പിടികൂടിയത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇന്നിപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി പ്രതിയെ ഏറ്റുമാനൂർ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും വിചിത്രമായൊരു സംഭവം തന്നെയാണ്. മുക്കുപണ്ടം പണയം വെച്ച് സ്വന്തമായി തന്നെ താൻ മരിച്ചു എന്ന രീതിയിൽ വാർത്ത കൊടുക്കുകയും അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ ഇത് ഒരു വ്യാജ വാർത്തയാണ് എന്ന് അറിയാമായിരുന്നുള്ളൂ. ബാക്കി സുഹൃത്തുക്കൾ അടക്കമുള്ളവർ വിശ്വസിച്ചിരുന്നത് ഈ സുബി മരിച്ചു എന്നാണ്. സ്മൃതി. ശരി, അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ.